ഒരു ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആയിരുന്നു. അതെ, ഡയറക്ടേഴ്സ് ആക്ടർ ഇന്നും ഞാൻ ഡയറക്ടേഴ്സ് ആക്ടർ തന്നെയാണ്. ബട്ട് ഇന്ന് നമ്മൾ കുറേയും കൂടെ ലൈഫിൻ്റെ നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴും പടങ്ങൾ ഇത്രയും ചെയ്തു വരുമ്പോൾ ബാക്കിയുള്ളവരെ ഒത്തിരി നോട്ടീസ് ചെയ്ത് കുറച്ച് ഒബ്സർവ് ചെയ്ത് കുറേയൊക്കെ നമ്മൾ തന്നെ പിന്നെ യു സോർട്ട് ഓഫ് നമ്മുടെ പേഴ്സണാലിറ്റീസിൽ തന്നെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നാച്ചുറലി ഇപ്പോഴൊക്കെ അഭിനയിക്കാൻ പോവുകയാണെങ്കിലും ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. നമുക്കൊരു കൺവിൻസിങ് അല്ലാത്ത ഒരു പോർട്രയൽ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവർ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്യാരക്ടർ അവർ എൻ്റെ കയ്യിൽ കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ മാത്രം പഠിച്ചാൽ പോരാ. യു ഹാവ് ടു സീ ഇത് ഈ ക്യാരക്ടർ എങ്ങനെയാണ് അതിൽ ഇരിക്കുന്നത്. ഒരു പടം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ഓർക്കുമോ. എനിക്ക് ഇത് സ്ക്രീൻ സ്പേസ് അല്ല, ഞാൻ നോക്കുന്നത് ആ ക്യാരക്ടർ മൈൻഡിൽ നിൽക്കുമോ എന്നാണ്. ഇപ്പം നമ്മളൊരു പടം ചെയ്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ വാട്ട്സ് ദ യൂസ് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ അതുപോലത്തെ ക്യാരക്ടേഴ്സ് മോസ്റ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ ചില സമയത്ത് നിവൃത്തിയില്ലാതായിപ്പോവും. ചില ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ അവർ പറയും ഒരു ഷോട്ട് ഒരു ക്യാമിയോ ആയിട്ട് ചെയ്യുമോ അത് ചെയ്യുമോ എന്നൊക്കെ. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോവും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നോക്കുന്നത് അതാണ്, നമുക്ക് സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും നമുക്കൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ മനസ്സിൽ നിൽക്കണം ആൾക്കാർ. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ ഫോർ എക്സാമ്പിൾ വലിയ സ്ക്രീൻ സ്പേസ് ആണ് ഇല്ല, പക്ഷെ ആ പടം കാണുമ്പോൾ കൂടുതലും ഓർക്കുന്നത് എന്റെ ക്യാരക്ടറാണ്. വിനീതിന്റെ അമ്മ എന്ന് പറഞ്ഞ് ടുവേർഡ്സ് ദി എൻഡ് ആണ് അവരെ കാണിക്കുന്ന ആ ഒരു സോങ്ങും ആണ്. പക്ഷെ ആ ഇമ്പാക്ട് ഇന്നും ആൾക്കാർക്കുണ്ട്. തീർച്ചയായിട്ടും അതിൽ വരുന്ന മോനെ വിട്ടിട്ട് പോകുമ്പോൾ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടല്ലോ, അത് മനസ്സിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പൊ അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടർ. പിന്നെ ശരിക്കും അതുപോലെ തന്നെ ഇപ്പം കഥകൾ ആ സമയത്തൊക്കെ കഥകൾ കേൾക്കുന്ന ആരായിരുന്നു? ചേച്ചി തന്നെ കേൾക്കും? അമ്മയും കേൾക്കും. കാരണം അമ്മ വാസ് ഓൾവേസ് വിത്ത് മീ. ആ സമയത്ത് എപ്പോഴും അമ്മയാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നതും. അപ്പോൾ ഒരു കഥ പറയുമ്പോഴും അവർ നമുക്ക്, അതായത് അന്നത്തെ പീരിയഡിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആർട്ടിസ്റ്റ്സ് ആയിരുന്നു ഞങ്ങൾ ഹീറോയിൻസ്. അപ്പോൾ ഒരു പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ എഴുതുമ്പോൾ ഓൾറെഡി അവരുടെ മൈൻഡിൽ ഫിക്സ്ഡ് ആയിരിക്കും ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഏകദേശം ആ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇല്ല അത് കൊള്ളൂല എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഒന്നും പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവിടെ. പിന്നെ അന്നത്തെ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭരതേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭരതേട്ടൻ്റെ 2 പടം ഞാൻ മലയാളത്തിൽ ചെയ്തു, ഒരു തെലുങ്ക് പടം ചെയ്തു ഭരതേട്ടൻ്റെ തന്നെ. സോ പിന്നെ പപ്പേട്ടൻ്റെ ആയിരുന്നു ഒരു സ്ക്രിപ്റ്റ്. പക്ഷെ പപ്പേട്ടൻ്റെ കൂടെ എനിക്ക് ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. ഈണം എന്നൊരു പടം ഉണ്ടായിരുന്നു, അത് പപ്പേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു, ഭരതേട്ടനായിരുന്നു ഡയറക്ടർ. സോ അങ്ങനെ ഈ ലെജൻഡറി ആയി ഇന്നത്തെ നമ്മൾ അന്ന് ക്ലാസിക് പടങ്ങൾ എടുക്കുന്ന ഡയറക്ടേഴ്സിന്റെ പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഐ ഫീൽ വെരി ലക്കി. കാരണം അങ്ങനത്തെ പടങ്ങൾ ഇന്നും ആൾക്കാർ 80s ആ പടങ്ങളുടെ ക്യാരക്ടേഴ്സ് ഓർക്കുന്നു, ആ പാട്ട് കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം നമ്മൾ ചെയ്ത പിന്നെ എല്ലാം. സോ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്നത്തെ പടങ്ങൾ ചില സമയത്ത് നമ്മൾ ഓർക്കൂല. സോ ദാറ്റ് വേ ഐ വാസ് വെരി ലക്കി. സോ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വന്നു എന്നല്ലാതെ ഒന്നും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം ഇല്ല അവിടെ. അന്ന് ഞാൻ ചെയ്തിട്ടുള്ള ചില്ല്, ഇതിനങ്ങളുടെ കഥ എന്നൊക്കെ പറഞ്ഞ നിദ്ര എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സേ ഇന്ന് ആൾക്കാർ ഓർക്കുന്നുണ്ട്, എൻ്റെ മൈൻഡിലും നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. സോ ഇറ്റ് വാസ് സൂട്ടബിൾ ഫോർ മീ ആ സമയത്ത്. നിദ്ര ഫസ്റ്റ് പടം ആണെന്ന് ആർക്കും പറയാം അങ്ങനെ തോന്നില്ല ആക്ടിങ് കാണുമ്പോൾ. നിദ്ര കുറച്ചും കൂടെ ആളുകളിൽ എത്തിയിരുന്നെങ്കിൽ കരിയർ വേറൊരു ലെവലിലേക്ക് പോകും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഐ ഹാഡ് നോ അബ്സല്യൂട്ട്ലി അങ്ങനത്തെ ചിന്തയേ ഇല്ലാതെ. ഐ വാസ് ലൈക്ക് വെരി ടിപ്പിക്കൽ 17-year-old ആയിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. അഭിനയിക്കാൻ വരുന്നു, അഭിനയിക്കാൻ പോകുന്നു. അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് ആ ഭാഷയൊക്കെ മര്യാദയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഐ യൂസ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ഇംഗ്ലീഷ്. എന്നിട്ട് തലേ ദിവസം നമ്മൾ ബൈഹാർട്ട് ചെയ്യുക ഡയലോഗ്സ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. തമിഴായിരുന്നു, വീട്ടിലൊക്കെ നിങ്ങൾ സംസാരിക്കാൻ തമിഴല്ലേ. പിന്നെ അമ്മയ്ക്കൊക്കെ മലയാളം അറിയായിരുന്നു, ബിക്കോസ് അമ്മ കാഞ്ഞങ്ങാട് പഠിച്ചതാണ് എല്ലാം. അമ്മ അവിടെ തന്നെ ജനിച്ചു വളർന്നൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് മലയാളം അറിയാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.